നിങ്ങളുടെ കൈകളിലേക്കൊന്ന് നോക്കൂ. അത് യഥാർത്ഥമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? 40 വർഷം മുമ്പ് വീഡിയോ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുവരെയും ഒരു കുത്തുമായിരുന്നു. എന്നാൽ ഇന്ന് ഗെയിമിലെ ഗ്രാഫിക്സ് കണ്ടാൽ യഥാർത്ഥ ഫോട്ടോ ഏത്, അത് ഗെയിം ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതേ സ്പീഡിൽ നമ്മൾ മുന്നോട്ട് പോയാൽ അടുത്ത 50 വർഷത്തിനുള്ളിൽ പുതിയൊരു ലോകം തന്നെ നമ്മൾ കമ്പ്യൂട്ടറിനുള്ളിൽ ഉണ്ടാക്കും. അവിടെയുള്ള കഥാപാത്രങ്ങൾക്ക് അവർ ഒരു ഗെയിമിലാണെന്ന് പോലും മനസ്സിലാവുകയില്ല. ഇപ്പോൾ ഞാനൊന്ന് ചോദിക്കാം, നമ്മളും അതേപോലെ ഒരു ഗെയിമിന്റെ കഥാപാത്രങ്ങൾ മാത്രമാണെങ്കിലോ? നമ്മളെ നിയന്ത്രിക്കുന്നത് മറ്റൊരു ലോകത്തു നിന്നുള്ള ആൾക്കാരാണെങ്കിലോ? ഇതാണ് സിമുലേഷൻ തിയറി. ഇത് തമാശയല്ല. ഇലോൺ മസ്ക് പോലെയുള്ള ബുദ്ധിരാക്ഷസന്മാർ വരെ ഇത് നേരാണെന്ന് വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് ഇലോൺ മസ്ക് ഇങ്ങനെ പറയുന്നത്? അദ്ദേഹം പറയുന്നത് ഇതാണ്: നമ്മൾ ഈ ലോകത്ത് ജീവിക്കാൻ കോടിക്കണക്കിൽ 1% മാത്രമാണ് സാധ്യതയുള്ളത്. കാരണം ഇതാണ്: നമ്മൾ മനുഷ്യന്മാർ സാങ്കേതിക വിദ്യ വളർത്താൻ ശ്രമിക്കുന്നു. ഭാവിയിൽ നമ്മുടെ പൂർവികർ എങ്ങനെ ജീവിച്ചു എന്ന് പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഭൂമിയുടെ സിമുലേഷൻ ഉണ്ടാക്കും. അതിൽ കോടിക്കണക്കിന് ആൾക്കാരെ നമ്മൾ ഉണ്ടാക്കിവിടും. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സ്വയം ചിന്തിക്കുന്നു എന്നാണ്. പക്ഷെ അത് അങ്ങനെയല്ല. നമ്മൾ വെറും കോഡുകൾ മാത്രമാണ്. ഒരു പ്രോഗ്രാമിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾക്ക് ദുഃഖം വന്നാലും സന്തോഷം വന്നാലും എല്ലാം ഈ പ്രോഗ്രാമിങ്ങിന്റെ ഭാഗം മാത്രമാണ്. ഇതിന് വല്ല തെളിവുമുണ്ടോ? വീഡിയോ ഗെയിം കളിക്കുന്നവർക്കറിയാം. ഗെയിമിലെ എല്ലാ സ്ഥലങ്ങളും കമ്പ്യൂട്ടർ ഒരേ സമയം റെൻഡർ ചെയ്യില്ല. കളിക്കാരൻ നോക്കുന്ന സ്ഥലം മാത്രമാണ് കാണുക. ബാക്കി സ്ഥലങ്ങളെല്ലാം കമ്പ്യൂട്ടർ മെമ്മറി ലാഭിക്കാൻ വേണ്ടി ഹൈഡാക്കി വെക്കും. നമ്മുടെ പ്രപഞ്ചവും ഇങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്? ക്വാണ്ടം ഫിസിക്സിലെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് പറയുന്നത് ഇതാണ്: നമ്മൾ നോക്കുമ്പോൾ മാത്രമാണ് പ്രകാശവും കണികളും ചേർന്ന ഒരു വസ്തുവായി മാറുന്നത്. നമ്മൾ നോക്കാത്തപ്പോൾ അതൊരു വേവ്സ് ആയിരിക്കും. അതായത് ചന്ദ്രനെ നമ്മൾ നോക്കാത്തപ്പോൾ ചന്ദ്രൻ അവിടെ ഇല്ലായിരിക്കും. നമ്മൾ നോക്കുമ്പോൾ മാത്രമാണ് സിമുലേഷൻ അവിടെ ചന്ദ്രനെ വരച്ചു ചേർക്കുന്നത്. എല്ലാ കമ്പ്യൂട്ടറിനും ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്. പ്രൊസസർ സ്പീഡ് ലിമിറ്റ്. നമ്മുടെ പ്രപഞ്ചത്തിന്റെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് പ്രകാശ വേഗതയാണ്. എന്തുകൊണ്ട് പ്രകാശത്തെക്കാൾ വേഗത്തിൽ നമുക്ക് പോകാൻ സാധിക്കുന്നില്ല? അത് നമ്മുടെ സിമുലേഷൻ റൺ ചെയ്യുന്ന കമ്പ്യൂട്ടറിന്റെ പരമാവധി വേഗത ആയതുകൊണ്ടായിരിക്കാം. അതിലും വേഗത്തിൽ പോയാൽ ഒരുപക്ഷെ ഗെയിം ലാഗ് അടിക്കുകയോ ക്ലാഷ് ആവുകയോ ചെയ്യാം. ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് ഡിലീറ്റഡ് ഫയൽസോ അല്ലെങ്കിൽ ഗ്ലിച്ച് ഫയൽസോ ആയിരിക്കാം. ഇതെല്ലാം കേൾക്കുമ്പോൾ ഭ്രാന്താണെന്ന് തോന്നാം. പക്ഷെ ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ ശാസ്ത്രജ്ഞന്മാർക്ക് പറ്റിയിട്ടില്ല. ഒരുപക്ഷെ ഇതൊക്കെ സത്യമാണെങ്കിൽ നമ്മുടെ ജീവിതം, നമ്മുടെ കഷ്ടപ്പാടുകൾ, നമ്മുടെ വിജയങ്ങൾ ഇതെല്ലാം ഒരു ഗെയിം മാത്രമാണോ? ഇതൊരു പേടിപ്പിക്കുന്ന ചിന്തയാണ്. പക്ഷെ ഇതൊരു സ്വാതന്ത്ര്യം കൂടിയാണ്. ഇതൊരു ഗെയിം മാത്രമാണെങ്കിൽ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായി കളിക്കുക. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നമ്മൾ റിയൽ ആണോ അതോ കോഡുകൾ മാത്രമാണോ? കമന്റ് ചെയ്യുക. നാളെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ചിന്തകളെ പറ്റിക്കുന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ചാണ്: മണ്ടേല എഫക്ട്. ദിസ് ഈസ് ഐവിൻ സൈനിങ് ഓഫ്.